ബഹുമാന്യ സുഹൃത്തുക്കളെ, സഖാക്കളെ, നമ്മുടെ ഐക്യദാർഢ്യ സംഗമം ആരംഭിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഐക്യദാർഢ്യ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ SUC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും കേരള സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് ഡീസൽ ജോസഫിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ സംഗമത്തിൽ മുഖ്യ പ്രസംഗം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ ബഹുമാന്യനായ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് KS സീസർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിനെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് TK സുധീർ കുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് S രാജീവനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായ സഖാവ് മിനി K ഫിലിപ്പ്, പാർട്ടിയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി കൂടിയായ സഖാവ് മിനി K ഫിലിപ്പിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് PM ശ്രീകുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സഖാക്കളെ, ഈ ഐക്യദാർഢ്യ സംഗമവും നമ്മുടെ റാലിയും ഏതൊരു അവസരത്തിലാണ് നടക്കുന്നതെന്ന് മുഴുവൻ ആളുകൾക്ക് പറയാവുന്നതാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു യുദ്ധമാണ് ഇസ്രായേൽ ഭരണകൂടം പലസ്തീന് മേലെ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 7 മാസം പിന്നിട്ടിരിക്കുന്നു ഈ യുദ്ധം. യുദ്ധത്തിന്റെ കെടുതികളും യുദ്ധം മൂലം പലസ്തീൻ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഞെട്ടലോടെയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ, അത് TV ആയാലും പത്ര മാധ്യമങ്ങളായാലും ദിനം പ്രതി ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ, ആർക്കും അധിക നേരം നോക്കി നിൽക്കാൻ പറ്റാത്ത ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് പലസ്തീനിൽ നിന്നും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികളും വൃദ്ധരും സ്ത്രീകളും രോഗികളും എന്നുവേണ്ട അഭയാർത്ഥി ക്യാമ്പുകൾ വരെ ആക്രമിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം നീചമായ താണ്ഡവം ലോകം കണ്ട് ഞെട്ടിവിറയ്ക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് വളരെയധികം സ്വാതന്ത്ര്യ പ്രക്ഷോഭണത്തിന്റെ, ജനാധിപത്യ സമരത്തിന്റെ, നൂറ്റാണ്ടുകൾ തന്നെ നീളുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകമുള്ള ഒരു രാജ്യമായ ഇന്ത്യയിൽ തീർച്ചയായും അതിഗംഭീരമായ സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ തെരുവിൽ അണിനിരക്കേണ്ടതാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിലിറങ്ങിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തെരുവിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. ഏത് ഭീഷണിയെയും പോലീസിന്റെ നിഷ്ഠൂരമായ മർദ്ദനത്തെയും നേരിട്ടുകൊണ്ടാണ് യുവാക്കളും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇത്രയും ഒരു വലിയ വീരസമര പാരമ്പര്യമുള്ള നമ്മുടെ രാജ്യത്ത് ആ അളവിൽ കാണുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്.
അഥവാ ഉണ്ടെങ്കിൽ തന്നെ കേവലം തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം നടക്കുന്ന ചില പ്രകടനങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അതിനപ്പുറത്തേക്ക് നീളാൻ നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും മടിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് SUSI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ അതിഗംഭീരമായ രീതിയിൽ നമ്മുടെ ശക്തിക്ക് ഒത്ത രീതിയിൽ എല്ലാ മുന്നണി സംഘടനകളും, നമ്മുടെ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും വനിതാ സംഘടനയും ട്രേഡ് യൂണിയൻ എന്ന് വേണ്ട ബാക്കി ഒന്നടങ്കം ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് തരികയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ സംസ്ഥാന തലത്തിൽ തന്നെ സഖാക്കൾ പങ്കെടുത്തുകൊണ്ട് തന്നെ പ്രതിനിധികളായി എത്തിച്ചേർന്നുകൊണ്ട് കോഴിക്കോട് ഇത്തരമൊരു ഐക്യദാർഢ്യ സംഗമം, പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം, ഇസ്രായേലിനോട് ഇനി ഒരു നിമിഷം പോലും വൈകാതെ പലസ്തീനിൽ നിന്നും വിട്ടുപോകണം, പലസ്തീന്റെ മണ്ണും വിണ്ണും ഒഴിവാക്കിക്കൊണ്ട് വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്ന, അതിശക്തമായി ആവശ്യപ്പെടുന്ന ഈ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും മനുഷ്യസ്നേഹികൾക്കും സഖാക്കൾക്കും സ്വാഗതം പകർന്നിക്കൊണ്ട് ഈ യോഗ നിയന്ത്രണം നടത്തുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരനായ സഹോദരൻ ജേസൺ ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങും. വടക്കൻ കേരളത്തിൻ്റെ ജനകീയ സമര നേതാക്കളിൽ പ്രമുഖനായിട്ടുള്ള സഖാവ് ഡോക്ടർ D. സുരേന്ദ്രനാഥ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരിക്കുന്നു. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യമേകിക്കൊണ്ട് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഐക്യദാർഢ്യ സംഗമത്തിലെ മുഖ്യ പ്രാസംഗികൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് K. ശ്രീധർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പാർട്ടി നേതാക്കൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സഖാവ് T. K. സുധീർ കുമാർ, സഖാവ് S. രാജീവൻ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് മിനി K. ഫിലിപ്പ്, ഈ യോഗം ശ്രമിക്കുന്ന സ്നേഹം നിറഞ്ഞ സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഏതൊരു പശ്ചാത്തലത്തിലാണ് ഈ ഐക്യദാർഢ്യ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സ്വാഗത പ്രാസംഗികനായ സഖാവ് V. K. സദാനന്ദൻ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ വലിയ തോതിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഏകപക്ഷീയമായ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് ഇന്ന് തെരുവിലാണ്. അമേരിക്കൻ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ വൻപിച്ച പ്രക്ഷോഭത്തിലാണ്. അവർ വിയറ്റ്നാമിൽ യുദ്ധത്തിന്റെ നാളുകളെ അനുസ്മരിപ്പിക്കുന്നത് പോലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ അമേരിക്കൻ സാമ്രാജ്യത്വം വിയറ്റ്നാമിന്റെ മണ്ണിൽ നിന്ന് പുറത്തു പോരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിൽ വീശിയടിച്ച മഹത്തായ ഐതിഹാസികമായ യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തെ അനുസ്മരിപ്പിക്കും വിധം അമേരിക്കയിൽ എമ്പാടും വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ലോകത്തെ യൂറോപ്പിലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ നഗരങ്ങളിൽ മുഴുവൻ 10,000-കണക്കിന് ബഹുജനങ്ങൾ ഇന്ന് തെരുവിലാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഐക്യദാർഢ്യ സംഗമം ഇപ്പോൾ നടക്കുന്ന ഈ സന്ദർഭത്തിൽ മിനിഞ്ഞാന്ന് മുതൽ റാഫ എന്ന നഗരത്തിന് മേൽ ബോംബ് വർഷിച്ചു തുടങ്ങി ഇസ്രായേൽ. മിനിഞ്ഞാന്ന് 48 പേരെ കൊന്നൊടുക്കി കഴിഞ്ഞു. ഈ റാഫ
ഗാസയിൽ നിന്ന് അഭയം പ്രാപിച്ചിരിക്കുന്ന 15 ലക്ഷം പാലസ്തീനികൾ അഭയം പ്രാപിച്ചിരിക്കുന്ന നഗരമാണ്. ഒരു പ്രദേശത്ത് യുദ്ധമുണ്ടായി അവിടുന്ന് ജീവനും വാരിക്കെട്ടിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നഗരത്തിൽ റാഫേൽ ആ ജനതയ്ക്ക് നേരെ 15 ലക്ഷത്തോളം വരുന്ന പാലസ്തീനിലെ അഭയാർത്ഥികൾക്കുമേൽ വീണ്ടും ബോംബാക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികൾ പാലസ്തീനിലെ ഈ റാഫേൽ അഭയാർത്ഥികളായി മാറിയിരിക്കുന്ന ജനതയ്ക്ക് മേൽ യുദ്ധം അഴിച്ചുവിടരുതെന്ന് ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തരിമ്പ് പരിഗണിക്കാൻ ഈ സാമ്രാജ്യത്വ ശക്തികൾ സയനിസ്റ്റ് ഇസ്രായേലിന്റെ ഈ ക്രൂരതയ്ക്കെതിരെ അണിനിരക്കാൻ ആ ക്രൂരതയ്ക്കെതിരെ രംഗത്ത് വന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ മനുഷ്യസ്നേഹികളുടെ ശബ്ദം പരിഗണിക്കുവാൻ ഒരു സാമ്രാജ്യത്വ ശക്തിയും ഇന്ന് തയ്യാറായിട്ടില്ല. എത്ര നിന്ദ്യവും നീചവുമായ നിലയിലാണ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഇവിടെ സദാനന്ദൻ സൂചിപ്പിച്ചു, പള്ളിക്കുടങ്ങൾ അൽ-ഷിഫ ആശുപത്രിയുടെ മണ്ടയ്ക്കാണ് ബോംബിട്ടത്. ആ ആശുപത്രി ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. 35 ആശുപത്രിയാണുള്ളത് ഗാസയിൽ. പ്രധാനപ്പെട്ട 35 ആശുപത്രികളാണ്. അതിലേറെക്കുറെ 12 ആശുപത്രികളെ പ്രവർത്തിക്കുന്നുള്ളൂ. മരുന്നില്ല, ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, ഒരേ ഒരു വൈദ്യുതി നിലയം ഇന്ധനമില്ലാത്തതിനാൽ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. മരുന്നില്ലാത്ത സാഹചര്യം ഓർത്തു നോക്കുക. യുദ്ധഭൂമിന്ന് പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിക്കുന്ന ആളുകൾക്ക് അനസ്തീഷ്യ നൽകി ഓപ്പറേഷൻ നടത്തുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അനസ്തീഷ്യ നൽകാതെ സർജറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിൽ ഇന്നോളം ഐക്യരാഷ്ട്രസഭയിലെ ഇത്രമേൽ ജീവനക്കാർ, ഉദ്യോഗസ്ഥർ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥർ 150ഓളം പേർ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇസ്രായേലിന്റെ മണ്ണിൽ ഇസ്രായേൽ പാലസ്തീന്റെ മണ്ണിൽ നടത്തുന്ന ഈ അതിക്രമത്തിലൂടെ നിങ്ങൾ ഓർക്കുക, ഐക്യരാഷ്ട്രസഭ പ്രസ്താവന പുറപ്പെടുവിക്കേണ്ടി വന്ന അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നാശത്തെ, ആൾനാശത്തെ അഭിമുഖീകരിക്കുകയാണ്. വേൾഡ് കിച്ചൺ സെന്റർ എന്ന് പറയുന്ന ഭക്ഷണം ലഭ്യമാക്കുന്ന ഒരു മനുഷ്യകാരുണ്യ സംഘടനയുണ്ട്. അതിന്റെ 15 പ്രവർത്തകരെ ബോംബിട്ട് കൊന്നു കഴിഞ്ഞു. അതിന്റെ 15 പ്രവർത്തകരുടെ മനുഷ്യകാരുണ്യ പ്രസ്ഥാനങ്ങളെ ഫാസിസ്റ്റുകളുടെ കാലത്ത് പോലും റെഡ് ക്രോസിന്റെ വാനുകളെ ഒഴിവാക്കുമായിരുന്നു, വാഹനങ്ങളെ ഒഴിവാക്കുമായിരുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കുവാൻ തയ്യാറാകുന്ന മനുഷ്യകാരുണ്യ പ്രസ്ഥാനങ്ങളെ സഹായിക്കുമായിരുന്നു, അനുവാദം നൽകുമായിരുന്നു. പക്ഷെ നമ്മൾ കാണുന്നത് ആ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും വരെ, മനുഷ്യകാരുണ്യ പ്രസ്ഥാനത്തെ പ്രതിനിധികളെ വരെ ഭക്ഷണത്തിനു വേണ്ടി പിടയുന്ന മനുഷ്യർക്ക് അത് എത്തിച്ചു കൊടുക്കുവാൻ ലോകത്തിന്റെ നാനാരാജ്യങ്ങളിൽ നിന്നെത്തിയ മനുഷ്യസ്നേഹികളെ ബോംബിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അമേരിക്ക വലിയ ജനാധിപത്യം പറയുന്ന രാജ്യമാണ്, വലിയ ജനാധിപത്യം ഘോഷിക്കുന്ന രാജ്യം. ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇത് കാണുന്നില്ലേ? ലോകത്തെന്തെങ്കിലും ഏതെങ്കിലും കാലത്ത് യുദ്ധത്തിന്റെ രംഗത്ത്, യുദ്ധമുഖത്ത് ഇത്രമേലൊരു പൈശാചികത അരങ്ങേറിയിട്ടുണ്ടോ? അത് നടന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാനാവുന്നില്ല, തടയപ്പെടുന്നില്ല. ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ യുദ്ധം അത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. റാഫേൽ അഭയം പ്രാപിച്ചിരിക്കുന്ന, റാഫ നഗരത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന 15 ലക്ഷം പാലസ്തീനികളെയാണ് അവർ ടാർഗറ്റ് ചെയ്ത് ലക്ഷ്യം വയ്ക്കുന്നത്. രാജ്യമില്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പാപം പാലസ്തീൻ ജനങ്ങൾ. നിങ്ങൾ ഓർക്കുക, ഇതിന്റെ ചരിത്രം നമ്മുടെ തെരുവുകളൊക്കെ എത്രയോ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഈ ചരിത്രം, ഈ പാലസ്തീന്റെ ചരിത്രം നമ്മുടെ ഈ മണ്ണിൽ പോലും നമുക്കറിയാം. രാജ്യമില്ലാതാക്കപ്പെട്ടിരിക്കുന്നു. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊണ്ടുകൊണ്ട് പാലസ്തീനക്കാരെ അടിച്ചു പുറത്താക്കിക്കൊണ്ട്, അറബ് വംശജരെ പുറത്താക്കിക്കൊണ്ട്, അറബ് വംശജരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു പ്രത്യേക താല്പര്യത്തോടെ പ്രചരിപ്പിച്ചിരിക്കുന്നത് മുസ്ലിങ്ങൾ എന്നാണ്. അറബ് വംശജർ മുസ്ലിങ്ങൾ മാത്രമാണോ? അറബ് വംശജർ എന്ന് പറഞ്ഞാൽ അതിൽ ക്രിസ്ത്യൻ അറബുകളുണ്ട്, അതിൽ ജൂതന്മാരുണ്ട്, അതിൽ മുസ്ലിങ്ങളുണ്ട്, മുഴുവൻ അറബ് വിഭാഗങ്ങളുണ്ട്. അറബ് വംശത്തിനെതിരായ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ മണ്ണിൽ. ആ യുദ്ധം ആ വിധത്തിൽ രൂപപ്പെട്ടു വന്നതിന് കാരണം ആ സ്വന്തം മണ്ണിൽ പിറന്ന ആളുകൾക്ക്, ആ നാട്ടിൽ പിറന്ന ആളുകൾക്ക്, നൂറ്റാണ്ടുകളായി ആ മണ്ണിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മണ്ണിൽ നിന്ന് പുറത്തു പോകേണ്ടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ. ഈ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന
വർഗീയ ശക്തികൾ പ്രചരിപ്പിക്കുന്ന ആവൽക്കരമായ പ്രചാരണം, ആ പ്രചാരണത്തിലുള്ള യാഥാർത്ഥ്യത്തെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുകയാണ്, സത്യത്തെ കുഴിച്ചുമൂടാൻ ശ്രമിക്കുകയാണ്. ഇത് മനസ്സിലാക്കണം. ഇത്തരമൊരു സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ, കരുണലേശമെങ്കിലുമുള്ള മനുഷ്യ സ്നേഹികൾ, 6000-ഓളം കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഓരോ മണിക്കൂറിലും ഗാസയിൽ ഒരു കുഞ്ഞു കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ, അത് കാണുന്ന നമ്മുടെ ഹൃദയം തകരുകയാണ്. നമ്മുടെ കൺമുമ്പിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ചെയ്യാൻ ലോകമെമ്പാടുള്ള മനുഷ്യ സ്നേഹികൾ രംഗത്ത് വന്നിട്ട് പോലും ജനാധിപത്യ ഭരണകൂടങ്ങൾ, ലേവലൊട്ടിച്ച് നടക്കുന്ന ജനാധിപത്യ ഭരണകൂടങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സാമ്രാജ്യത്തിന് യുദ്ധവിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്നത് SUC കമ്മ്യൂണിസ്റ്റ്. നാം അത് മനസ്സിലാക്കണം. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ 1990 തുടക്കത്തിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഇന്നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിരിക്കുന്ന പല ആളുകളും ജനാധിപത്യത്തിന്റെയൊക്കെ പേരിൽ ആ തട്ടഹസിക്കുകയുണ്ടായി. ശീതയുദ്ധം അവസാനിച്ചു, യുദ്ധത്തിന്റെ നാളുകൾ അവസാനിച്ചു, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥ തകർന്നു. ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം ഞാൻ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോട് പരിശോധിക്കാൻ വേണ്ടി പറയാൻ, ആ സോഷ്യലിസ്റ്റ് ചേരി തകർന്നതിന് ശേഷം ലോകം ഒരു യുദ്ധഭ്രാന്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് ദുർബലരായിരുന്ന ജനാധിപത്യ രാജ്യങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ വെല്ലുവിളി ഉയർത്തിയാൽ ആ രാജ്യത്തിന്റെ പരമാധികാരം രക്ഷിക്കുവാൻ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയുണ്ടായിരുന്നു. അറബ് ദേശീയത ഒരു കാലത്ത് ഈജിപ്തിലെ നാസറിന്റെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ആ ദേശീയത ജനാധിപത്യത്തിന്റെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ പാഠങ്ങൾ നേടി മുന്നോട്ട് വന്ന ആ അറബ് ദേശീയതയെ സർവാൽപ്പന പിന്തുണച്ചത് ചരിത്രത്തിൽ നാം ഓർക്കുക സോവിയറ്റ് യൂണിയനായിരുന്നു. നാസറിനെ പിന്തുണച്ചത് സോവിയറ്റ് യൂണിയനായിരുന്നു. ചേരിചേര പ്രസ്ഥാനത്തെ പിന്തുണച്ചത് സോവിയറ്റ് യൂണിയനായിരുന്നു. ആ സോവിയറ്റ് യൂണിയൻ അപ്രത്യക്ഷമായപ്പോൾ ദുർബല രാജ്യങ്ങൾ അനാഥമാക്കപ്പെട്ടു. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ തകർന്നപ്പോൾ സൂയസ് പ്രതിസന്ധി ഓർക്കുക. ആ നാളിൽ നിങ്ങൾ ഓർക്കണം, നാസർ പ്രഖ്യാപിച്ചു സൂയസ് കനാലിനെ ദേശസൽക്കരിക്കുകയാണ്. ആ പ്രഖ്യാപനം വന്നപ്പോൾ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒത്തുകളിയോടുകൂടി ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടു. സോവിയറ്റ് യൂണിയൻ പ്രഖ്യാപിച്ചു, സൂയസ് കനാലിൽ ഇസ്രായേൽ ഇടപെടുകയാണെങ്കിൽ, ബ്രിട്ടനും ഫ്രാൻസും ഇടപെടുകയാണെങ്കിൽ പാരീസിലും ലണ്ടനിലും ബോംബ് വീഴും. ഓർത്തുകൊള്ളുക, ഒരു കാരണവശാലും ഇസ്രായേൽ ഈജിപ്തിന്റെ മേൽ ഇടപെടാൻ, ഈജിപ്തിന്റെ സ്വതന്ത്ര പരമാധികാര മണ്ണിൽ ഇടപെടാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് സോവിയറ്റ് യൂണിയനാണ്. ആ സോവിയറ്റ് യൂണിയന്റെ ശബ്ദം, സോവിയറ്റ് യൂണിയൻ മുഴക്കിയ ജനാധിപത്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി മുഴക്കിയ ശബ്ദമാണ് വാലും ചുരുട്ടി ഓടാൻ ബ്രിട്ടനെയും ഫ്രാൻസിനെയും പ്രേരിപ്പിച്ചത് നാം മറക്കരുത്. അറബ് ദേശീയതയുടെ പ്രതീകമായിരുന്ന നാസറിനെ ഈജിപ്തിനെ രക്ഷിക്കാൻ ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ അത് അപ്രത്യക്ഷമായത്, അത് കൊഴിഞ്ഞു വീണത് രാജ്യത്ത് ലോകത്ത് പുരോഗമനം കൊണ്ടുവന്നോ? ഈ പ്രസംഗം ശ്രദ്ധിക്കുന്ന ആളുകളോടും ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥനയാണ് പരിശോധിക്കണം. സോവിയറ്റ് യൂണിയനും സോഷ്യലിസ്റ്റ് ക്യാമ്പും തകർന്നപ്പോൾ ലോകത്ത് വന്നത് പുരോഗതിയാണോ? പരിശോധിക്കട്ടെ. ലോകം മുഴുവൻ നവനാസി പ്രസ്ഥാനങ്ങൾ തലമുക്കുന്നു. നവനാസി പ്രസ്ഥാനങ്ങൾ എത്ര പിന്തിരിപ്പൻ ആശയങ്ങളുടെ വരുമാന പാച്ചിലാണ്, വെള്ളപ്പാച്ചിലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും പിന്തിരിപ്പൻ ആശയങ്ങളുടെ റിയാക്ഷണറി ഐഡിയകളുടെ സോഷ്യലിസത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം നമ്മുടെ രാജ്യവും ഇന്ന് ദർശിക്കുന്ന ഫാസിസ്റ്റ് വിപത്തും ആ സാഹചര്യത്തിൽ വന്നതാണ്. ഒരു പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ദൈവമാണ്, എന്റേതൊരു ജൈവിക ജന്മമല്ല, ബയോളജിക്കൽ ബർത്തല്ല, എന്നെ ഒരു സവിശേഷ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ദൈവം ഇങ്ങോട്ട് അയച്ചതാ. അങ്ങനെ പറയുന്ന പിന്തിരിപ്പൻ ശക്തികൾക്ക് ഉറഞ്ഞുതുള്ളുവാൻ ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് സോഷ്യലിസം തകർക്കപ്പെട്ടതുകൊണ്ടാണ്. നാം അത് മറക്കരുത്. ആ സാഹചര്യത്തിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പോകും വഴിയൊന്നേ ഉള്ളൂ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കണം. ഒരു സംശയമുണ്ട് കാര്യത്തിൽ. ഏതെങ്കിലും ഇസ്ലാം മതാധിഷ്ഠിത രാഷ്ട്രം രൂപം കൊള്ളുന്നത് കൊണ്ട് യുദ്ധത്തെ തടഞ്ഞു നിർത്തുക
എന്തേ അറബ് രാജ്യങ്ങൾ എല്ലാവരും പാലസ്തീനു വേണ്ടി നിലകൊള്ളാത്തത്? എന്തുകൊണ്ട് നിലകൊള്ളുന്നില്ല? ഇസ്രായേലുമായി സൗദി അറേബ്യ കരാറുണ്ടാക്കുന്നത്, ഇസ്രായേലുമായി അറബ് രാജ്യങ്ങൾ പലതും കരാറുണ്ടാക്കിയത്, എബ്രഹാം അക്കോർഡ്സ് വന്നത്, അറബ് രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്തെ മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ നാം കാണുന്നത് ഇസ്രായേലുമായി കൈകോർക്കുന്നു എന്നുള്ളതാണ്. കൂട്ടക്കശാപ്പ് നടത്തുന്ന ലോകത്തിന്റെ ജനാധിപത്യ മനസാക്ഷിയുടെ ശബ്ദത്തിന് പുല്ലിന്റെ വില പോലും കൽപ്പിക്കാത്ത ആ ഇസ്രായേലുമായി കരാറിപ്പെടാനും ധാരണയുണ്ടാക്കാനും ശ്രമിക്കുന്നു. UAE തുടങ്ങിയ രാജ്യങ്ങൾ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ. എവിടെ അറബ് ദേശീയത? വാഴ്ത്തിപ്പാടപ്പെട്ട ജനാധിപത്യത്തിന്റെ അറബ് ദേശീയത. ആ അറബ് ദേശീയത ഇന്ന് അറബ് രാജ്യത്തെ മുതലാളിത്ത രാജ്യങ്ങളുടെ പാലം നടക്കുന്ന നിലയിലേക്ക് അധപ്പതിച്ചു. അതുകൊണ്ട് ഒരു ഇസ്ലാം മതാധിഷ്ഠിത സമീപനം കൊണ്ട് കൈകാര്യം ചെയ്യാവുന്ന പ്രതിഭാസമല്ലത്. മറിച്ച് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥ നിലവിൽ വരണം. കാരണം അത് ലാഭത്തിലാക്കാക്കിയല്ല പ്രവർത്തിക്കുന്നത്, വിപണിയിലാക്കാക്കിയല്ല പ്രവർത്തിക്കുന്നത്. വിപണിക്ക് വേണ്ടിയിട്ടാണ് സാമ്രാജ്യത്വം യുദ്ധം വലിച്ചുവിടുന്നത്. ആർക്കെങ്കിലും വിശ്വസിക്കാനാവുമോ? അല്ലാതെ നമ്മൾ താഴ്ന്ന പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് പോലെ യുദ്ധം വേറെ കാരണങ്ങളാൽ പൊട്ടിപ്പുറപ്പെടുന്നതല്ല. മറിച്ച് യുദ്ധം വിപണിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, വിപണി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിപണി ആർക്കാണ് വേണ്ടത്? വിപണി ഇല്ലാത്തത് ആർക്കാണ്? മുതലാളിമാർക്കാണ്, സാമ്രാജ്യത്വ ശക്തികൾക്കാണ്. അണ്ട് വിപണി പിടിച്ചെടുക്കുവാൻ മുതലാളിത്ത ശക്തികൾ നടത്തുന്നതാണ് യുദ്ധം. അല്ലാതെ നമ്മൾ ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലത്തെ ലളിതമായ യുക്തി കൊണ്ട് അളക്കാവുന്ന, നിർണ്ണയിക്കാവുന്ന പ്രശ്നമല്ല. വിപണിക്ക് വേണ്ടിയിട്ടാണ്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് വിപണി താല്പര്യങ്ങളില്ല. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് വിപണി താല്പര്യമില്ല. മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. ആ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ ചരക്കുകളില്ല. ലാഭത്തെ ലക്ഷ്യം വെച്ച്, വിപണിയെ ലക്ഷ്യം വെച്ച് നടന്ന ഉത്പാദനമില്ല സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ. അതുകൊണ്ടാണ് നാം അത് കാണുന്നത്. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ പിറവിയെടുക്കുന്ന എല്ലാ ജനാധിപത്യ രാഷ്ട്രങ്ങളോടൊപ്പം നിലകൊള്ളുക മാത്രമല്ല, മറിച്ച് അടിയുറച്ച് നിലകൊണ്ടുകൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾക്ക് അവർക്ക് കർശനമായ വിലക്കേർപ്പെടുത്തിക്കൊണ്ട്, പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ടും ചെയ്യുന്നത് നാം കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ, ഒരു സംശയവുമില്ല. വിപണിക്ക് വേണ്ടിയിട്ടല്ല എന്നതുകൊണ്ട്, ലാഭത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് കൊണ്ട് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് മാത്രമേ ജനങ്ങളെ ഇന്നത്തെ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ ഭീഷണി തടയണം. യുദ്ധവിരുദ്ധ സമാധാന പ്രസ്ഥാനങ്ങൾ ലോകമെമ്പാടുമുണ്ട്. അമേരിക്കയിലടക്കം നമ്മളിവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. അമേരിക്കയിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, 10,000-കണക്കിന് വിദ്യാർത്ഥികൾ സമരരംഗത്താണ്. ആഴ്ചകളായി എല്ലായിടങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സ്ത്രീകൾ മുഴുവൻ പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ ആത്യന്തികമായി യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒരു സംശയമുണ്ട, ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം നാം പഠിക്കണം, നാം മനസ്സിലാക്കണം. എത്ര കൈപ്പേറിയ പാഠമാണെങ്കിലും നാം പഠിച്ചേ പറ്റൂ. സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്വകാര്യ സ്വത്ത് അവസാനിപ്പിച്ചുകൊണ്ട്, മനുഷ്യാധ്വാനത്തെ എല്ലാ ചൂഷണത്തിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് സ്ഥാപിക്കപ്പെടുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലൂടെ മാത്രമേ, അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന സോഷ്യലിസ്റ്റ് ചേരിയുണ്ട് മാത്രമേ യുദ്ധത്തിന്റെ വിപത്ത് എന്നേക്കുമായി അവസാനിപ്പിക്കാൻ കഴിയൂ. സഖാവിനെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾ ഇതിനെ കാണുന്നത് ഏറെ മാനദണ്ഡത്തിലല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നം എന്ന നിലയിലല്ല, ഒരു കാരണവശത്തിലല്ല, മറിച്ച് ജനാധിപത്യത്തിന് വേണ്ടി, സാമ്രാജ്യത്വ വിരുദ്ധമായി നിലപാടെടുത്തുകൊണ്ട് ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ലോകമെമ്പാടുള്ള മനുഷ്യ സ്ത്രീകൾ ഐക്യപ്പെട്ടുകൊണ്ട് നിലകൊള്ളുകയാണ്. അത് ഈ സമൂഹത്തിന്റെ ഒന്നായുള്ള ഡിമാൻഡാണ്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഡിമാൻഡാണ്. അത് മനസ്സിലാക്കുക. ഈ ഇന്ത്യയിലെ ലോകത്തെ മനുഷ്യ സ്ത്രീകളെ മുഴുവൻ ജനങ്ങളുടെ ഡിമാൻഡാണ്. ആ ഡിമാൻഡ് ഉയർത്തിപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം. അതിന്റെ വേളയാണ്, അതിന്റെ സന്ദർഭമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി സമർപ്പിക്കണം. SUC കമ്മ്യൂണിസ്റ്റ് അത്തരം ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യൻ മണ്ണിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കോഴിക്കോട്ടെ ജനങ്ങൾക്കറിയാം, ഈ പ്രസ്ഥാനം ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന്റെ ഭാഗത്ത് നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. ഇതൊരു സാധാരണ പ്രസ്ഥാനം നല്ലതല്ല.
ഇവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ മത്സരിച്ചു. സഖാവ് ജ്യോതിരാജ് പാർട്ടി അഭിമാനപൂർവ്വം അവതരിപ്പിച്ച സ്ഥാനാർത്ഥി സഖാവ് ജ്യോതിരാജ് സഖാവിനുണ്ട്. സഖാവ് ജ്യോതിരാജിനെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തി. ആ പ്രവർത്തനത്തിന്റെ രംഗത്തും SUC കമ്മ്യൂണിസ്റ്റ് അവതരിപ്പിച്ചത് ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ രാജ്യമെമ്പാടും ലോകമെമ്പാടും ജനങ്ങളുടെ വൻപിച്ച പ്രക്ഷോഭം ഉണ്ടായാൽ വിയറ്റ്നാമിൽ നിന്ന് തോറ്റ് തുന്നം പാടി അമേരിക്ക വിയറ്റ്നാമിനെ വെടിഞ്ഞ് പുറത്തു പോരേണ്ടി വന്നത് ലോകമെമ്പാടും ഉയർന്നു പൊന്തിയ ജനരോഷമാണെന്ന് നാം സ്മരിക്കണം. ആ വിധത്തിലൊരു ജനരോഷം ഉണ്ടാക്കിയെടുക്കാൻ അത്തരം ഒരു പ്രവർത്തനത്തിന്റെ ഭാഗത്ത് SUC പരിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ശബ്ദം ജനങ്ങളുടെ സമരങ്ങളുടെ ശബ്ദമാണ്. ഇതിന് പാർലമെന്ററി താല്പര്യമില്ല, അധികാരത്തിന്റെ രാഷ്ട്രീയമില്ല, സങ്കുചിതമായ അധികാരത്തിന്റെ രാഷ്ട്രീയമില്ല. മറിച്ച് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് വീറുറ്റ ജനകീയ സമരത്തിന്റെ, അചഞ്ചലമായ ജനകീയ സമരത്തിന്റെ രാഷ്ട്രീയമാണ്. അത് മനസ്സിലാക്കുവാനും തിരിച്ചറിയാനും ഈ പ്രസ്ഥാനം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാനും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ ഇവിടെ മുഖ്യപ്രസംഗം നടത്താൻ എത്തിയിരിക്കുന്നത് സഖാവ് പാർട്ടിയുടെ ആന്ധ്രാപ്രദേശ്, ഐക്യപ്പെട്ട ആന്ധ്രാപ്രദേശിലിരുന്നപ്പോൾ, ഇപ്പോൾ ഇത് തെലങ്കാനയും ആന്ധ്രയുമാണ്. ഐക്യ ആന്ധ്രയായിരുന്ന കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് സഖാവ് കെ ശ്രീധർ. സർ ഹൈദരാബാദിൽ നിന്നാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സഖാവ് വിദേശ രാജ്യങ്ങളിൽ പാർട്ടിയെ പ്രതിനിധാനം ചെയ്ത് പലവട്ടം വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. ഇറാഖിൽ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് ഏതാനും ദിനങ്ങൾക്ക് മുമ്പ് ഇറാഖിലെത്തിയ സഖാവ് ധാരാളം സാമ്രാജ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങളെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഏകോപിപ്പിക്കുന്ന സഖാവാണ് സഖാവ് കെ ശ്രീധർ. സഖാവിനെ അഭിമാനപൂർവ്വം ആദരപൂർവ്വം ഈ യോഗത്തിന്റെ മുഖ്യപ്രസംഗിനെ ഞാൻ ക്ഷണിക്കുന്നു. സഖാവ് ഇംഗ്ലീഷിലായിരിക്കും പ്രസംഗിക്കുക. ഒറ്റ സ്ട്രെച്ചിൽ ഒരു അരമണിക്കൂർ സംസാരിക്കും. അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് ജ്യോതി കൃഷ്ണൻ സഖാവിന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യും. സഖാവിന്റെ പ്രസംഗം ആദ്യാവസാനം ശ്രമിക്കണമെന്ന് കോഴിക്കോട്ടെ നല്ലവരായ മുഴുവൻ മനുഷ്യരോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവിനെ ഞാൻ ആദരപൂർവ്വം പ്രസംഗിക്കും.